ഈ പഞ്ചസാര ഡയറക്റ്റായിട്ട് കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് ഏറി വരികയാണ്. കാരണം ഇവർക്ക് എപ്പോഴെങ്കിലും ഒരു ക്ഷീണം ഉണ്ടാകുമ്പോൾ ഇവർ പഞ്ചസാര കലക്കി കുടിച്ചിട്ടുണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു നാരങ്ങ വെള്ളത്തിൽ നന്നായിട്ട് പഞ്ചസാര ഇട്ട് കഴിച്ചിട്ടുണ്ടായിരിക്കും. ഈ സമയത്ത് ഇവർക്ക് ഭയങ്കരമായിട്ട് എനർജി കിട്ടിയിട്ടുണ്ടാവും, നല്ല ഉഷാറ് വന്നിട്ടുണ്ടായിരിക്കും. ഇത് ഇവരുടെ ബ്രെയിൻ ഡിറ്റക്റ്റ് ചെയ്യും. പിന്നീട് എപ്പോൾ ക്ഷീണം വന്നാലും ഇവരെന്ത് ചെയ്യും, നാരങ്ങ വേണം എന്ന് പോലുമില്ല, എന്ത് ചെയ്യും, ഈ പഞ്ചസാര കലക്കിയിട്ട് കുടിക്കും. ഇങ്ങനെ പഞ്ചസാര, പ്രത്യേകിച്ചും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളും കൂടെ ആണെങ്കിൽ ഈ ഒരു പഞ്ചസാര കലക്കി കുടിക്കുന്നത് അവരുടെ മെമ്മറിയെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. അതുപോലെ ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടും. ഈ ഷുഗറിൻ്റെ സഡൻ ഹൈക്കും അതേപോലെ സഡൻ ഡൗൺ ആകുമ്പോൾ മൂഡ് ഡിസോർഡേഴ്സ് വരും. ഒരുപാട് പ്രശ്നങ്ങൾ, വാശിയും ദേഷ്യം, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവർ വീട്ടിലുണ്ടാക്കിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ അവർക്ക് അവരുടെ സെൻസറി ഡെവലപ്മെൻറ്റ്സിനും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. വിശപ്പറിയില്ല, വേദന അറിയില്ല, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് ഉണ്ടാവും. ഇതേപോലെ തന്നെ അവരുടെ അറ്റൻഷൻ, ഓൾറെഡി അവർ അറ്റൻഷൻ ഡെഫിസിറ്റാണ് അല്ലേ, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾ. അത് ഈ ഒരു അറ്റൻഷൻ ഡെഫിസിറ്റ് എന്നുള്ളത് എന്ത് ചെയ്യും, ഒന്നുകൂടെ ഹൈക്കാവും. ഇപ്പോൾ ചില കുട്ടികളെ നമ്മൾ കാണാറുണ്ട്, അതായത് ഒരു ചോക്ലേറ്റ്, ഇപ്പോൾ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളൊക്കെ ചോക്ലേറ്റ് കഴിക്കുന്ന ദിവസം ഭയങ്കര വയലൻ്റായിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അവർ ചോക്ലേറ്റ് കഴിക്കുന്ന ദിവസമാണോ അതോ ഐസ്ക്രീം കഴിക്കുന്ന ദിവസമാണോ, ഏത് തരം മധുരം കഴിക്കുന്ന ദിവസമാണ് കുറച്ച് അധികം അവർക്ക് ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ളത്. അതുപോലെ തന്നെ പ്രോസസ്ഡ് ഫുഡ് കഴിക്കുമ്പോൾ ചില കുട്ടികൾക്ക് എന്ത് ചെയ്യും, ഹൈപ്പർ ആക്ടിവിറ്റി കൂടും. ചില കുട്ടികൾക്ക് ഉൽപ്പന്നങ്ങൾ, അതായത് പാല് കുടിക്കുക, പാലിൻ്റെ മറ്റു ഉൽപ്പന്നങ്ങൾ കഴിക്കുന്ന ദിവസം എന്ത് ചെയ്യും, ഹൈപ്പർ ആക്ടിവിറ്റി കൂടാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളെ കുട്ടിക്ക് ഏത് ടൈപ്പ് സംഭവം കഴിക്കുമ്പോഴാണ് അവർക്ക് ഹൈപ്പർ ആക്ടിവിറ്റി കൂട്ടുന്നത്, അവർ വയലൻ്റ് ആവുന്നത്, അവർക്ക് മൂഡ് ഡിസോർഡേഴ്സ് ഉണ്ടാവുന്നത്, ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ഈ കാര്യങ്ങൾ, അതായത് അവരുടെ ഫുഡിലെ സിസ്റ്റം ചേഞ്ച് ചെയ്ത് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിഹേവിയർ മോഡിഫിക്കേഷൻ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികളുടെ ലൈഫ് മാനേജ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരെ വളർത്തുന്ന മാതാപിതാക്കളായിട്ടുള്ള നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് ഒരു ലൈഫ് കണ്ടീഷനാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് മാനേജ് ചെയ്യാൻ അവരുടെ ചുറ്റുപാടുള്ള ആളുകളാണ് ശ്രമിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, ഈ പഞ്ചസാര ഡയറക്റ്റായിട്ട് കഴിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചായയിലോ മറ്റോ കുറച്ച് പഞ്ചസാര കഴിച്ചു എന്ന് വെച്ച് യാതൊരു പ്രശ്നവുമില്ല. ഡയറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ തൊട്ട് കൂട്ടാനൊക്കെ പഞ്ചസാര കഴിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ കുട്ടികളെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക.